CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ അമ്മയ്ക്കും മകനും തെരുവ് നായയുടെ ആക്രമണത്തിൽ പരിക്ക്. ആർത്താറ്റ് സ്വദേശികളായ 37 വയസ്സുകാരി സുരഭിയും 12 വയസ്സുകാരനായ മകൻ സൗരവുമാണ് തെരുവ് നായ ആക്രമണത്തിന് ഇരയായത്. തെരുവ് നായ ശല്യം പരിഹരിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം. അച്ഛൻ ജ്യൂസിൽ എലിവിഷം കലർത്തി നൽകിയതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരി മരിച്ചു. പെരുമ്പിലാവ് ആനക്കല്ലിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശി മുത്തുവിന്റെ മകൾ ഋതികയാണ് മരിച്ചത്. ഭാര്യ പിണങ്ങിപ്പോയ മനോവിഷമത്തിലാണ് മുത്തു മക്കൾക്ക് വിഷം നൽകിയ ശേഷം സ്വയം വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഇന്ന് പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ചാവക്കാട് പാലയൂർ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിനായി ഒരുക്കിയ വൈദ്യുത അലങ്കാരത്തിന്റെ ലൈറ്റുകൾ തകർന്നു വീണു. ആർക്കും പരിക്കില്ല. രാവിലെ 7ഓടെയായിരുന്നു സംഭവം. കുന്നംകുളം നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 48 അംഗനവാടികൾക്കുള്ള കളിപ്പാട്ട വിതരണം നടന്നു. ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഫിഫ ലോകകപ്പുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി സംരക്ഷണ സന്ദേശം കൈമാറുന്ന 1 ഗോൾ 1 ട്രീ പ്രചരണത്തിൽ കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് സ്കൂൾ വിദ്യാർത്ഥികളും പങ്കാളികളായി. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ ഫാദർ ജേക്കബ് പേനിക്കപ്പറമ്പിൽ ഗുഡ് ഷെപ്പേർഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വൃക്ഷത്തൈകൾ കൈമാറി. തളി നെഹ്റു സ്മാരക വായനശാലയുടെയും ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയുടെയും വരവൂർ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് നടത്തി. മാറഞ്ചേരി മൈത്രി വായനശാലയുടെ നേതൃത്വത്തിൽ വായന പക്ഷാചരണ സമാപന സമ്മേളനവും ബഷീർ അനുസ്മരണവും സംഘടിപ്പിച്ചു. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നംകുളം ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികൾക്കായി വാട്ടർ ഫിൽട്ടർ സമർപ്പിച്ചു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ സ്ഥാപകൻ കാട്ടുമാങ്ങാട്ടെ അബ്രഹാം മാർ കൂറിലോസ് വലിയ ബാവയുടെ 224-ാം ഓർമ്മ പെരുന്നാൾ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചാവക്കാട് പുന്ന ഹിന്ദു സേവാ സമാജത്തിന്റെ നേതൃത്വത്തിൽ SSLC, +2, ഡിഗ്രി, PG ജേതാക്കൾക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും വിതരണം ചെയ്തു. കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ദേവസ്വം കീഴടമായ കുന്നംകുളം തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠയും കർപ്പൂരാദി നവീകരണ സഹസ്രകലശവും ജൂലൈ 8 മുതൽ 18 വരെയുള്ള ദിവസങ്ങളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമത കുന്നംകുളം ഈസ്റ്റ് വെസ്റ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. പുത്തൻകടപ്പുറം GF UP സ്കൂളിന്റെ നേതൃത്വത്തിൽ കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ സ്കൂൾ തലത്തിൽ നടത്തിയ അലിഫ് അറബിക് ടാലന്റ് പരീക്ഷയിൽ വിജയിച്ച കുട്ടികൾക്കായുള്ള സമ്മാനദാനം നടന്നു. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് അസോസിയേഷൻ ചാലിശ്ശേരി യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു. ലൈബ്രറി കൗൺസിൽ താലൂക്ക് പ്രസിഡന്റ് OJ രാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.